ഓട്ടോ ചാർജ് ഇപ്പൊ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് നമുക്ക് ഓട്ടം കുറയും. ഞാൻ ഈ ബോഡി ഇറക്ക അറിയുന്നത് ഇതാ ഈ ടൈപ്പാണ്. 2 ട്രിപ്പ് ആകെ പോയപ്പോ സമയം 12 മണി ആവാനാടാ. ഹായ് ചെയ്യാൻ പറയാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. 9:20 ആര്യമോളും ഇത് അവിടെ ചായ കുടിക്കണം. എന്താ എനിക്ക് ചായക്കടി? അമൃതപ്പൊടി. എനിക്ക് അപ്പമുണ്ട്, അപ്പത്തേക്ക് ഇന്നലത്തെ കറിയുണ്ട്. ഇനി ആര്യാണ് ക്യാമറകൾ പിടിക്കൂ. ക്യാമറകൾ പിന്നെ ലോറിയൊക്കെ പോയിട്ടുണ്ടോ? ലോറൊക്കെ പോകും. പിന്നെ ഈ കണ്ടില്ല ഞാൻ അങ്ങാടിക്ക് പോണേ. സ്കൂൾക്ക് പോയെന്നല്ലേ? ഇന്ന് സ്കൂൾക്ക് പോകണം. ഇന്ന് സ്കൂൾക്ക് പോയാലും പരീക്ഷക്ക് ജയിച്ചു. എങ്ങനെയുണ്ട് സ്കൂളില്? സ്കൂളൊക്കെ അടിപൊളിയാ. UKG തന്നെ ഞങ്ങൾ LKG ക്ലാസ്. LKG ക്ലാസ് തന്നെയാണ് UKGക്ക് അല്ലേ? ആ ടീച്ചർ തന്നെ അല്ലേ? ഞങ്ങളെ ടീച്ചറിന്റെ. ഇന്ന് സ്കൂൾക്ക് പോകണം. ബാഗൊക്കെ റെഡിയാക്കി ഒരുങ്ങി മുതയൊക്കെ കെട്ടിയുണ്ട്. അച്ഛൻ ചായ കുടിച്ചാ അങ്ങാടിക്ക് ഓടാൻ പോകും. ഇജെന്റെ പൂവങ്കോയിന്റെ പാട്ടെടുക്കും. നല്ല ടീച്ചർ എടുക്കുന്ന പാട്ട്. അത് ബുക്കിൽ നോക്കാതെ പാടാൻ പറ്റില്ല. ബുക്കിൽ നോക്കിയാല് വായിച്ച് പാടാൻ വയ്ക്കും. ബുക്കിൽ നോക്കാനെ കഴിയില്ല കേട്ടോ. ഇന്നലെ എങ്ങനെ ബുക്കിൽ പാടറിയോ? അതിൻ്റെ ഒരു 4 വരി പഠിച്ചിരുന്നു. അതങ്ങനെ എഴുതുമ്പോ അങ്ങനെ നല്ല തറയും പറയൂതാണ്. അത് എഴുതുന്നതിൻ്റെ ഇടയിൽ കൂടി പാട്ടുണ്ട്. എന്നിട്ട് ബാക്കി 4 വരി ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് കാണാതെക്കാനേ നമ്മൾ കാണാപ്പാടൊക്കെ പഠിച്ചുമ്പോൾ കയ്യൊക്കെ ഇങ്ങനെ പൊത്തി ബുക്കിലൊന്ന് വെച്ചിട്ട് പറയും. കയ്യൊക്കെ മറച്ച് വെച്ച് പിന്നെ കിട്ടൂലെങ്കിൽ ആ കയ്യിനെങ്ങനെ ആക്കിയിട്ട് നോക്ക്. അവളൊറ്റക്ക് ചിത്രം വരച്ച് കളർ കൊടുക്കണ്. കോഴി കോഴി പോയി എന്നോടൊപ്പം പോരുന്നു. അരിയും തരാം, അരിയും തരാം, പയറും തരാം, മതിയാക്കോളം ചോറ് തരാം. ചതിയാണെന്ന് എനിക്കറിയാം. ബാക്കി കിട്ടുന്നില്ല. അത് ഇന്നലെ പഠിച്ചിട്ടുള്ളൂ. ഇന്നലെ പറഞ്ഞു തന്ന പാട്ടല്ല. സമയം 9:37 നല്ല വെയില്, മഴയൊന്നുമില്ല. മഴ ഇന്നലെയും പെയ്തിട്ടില്ല വല്ലാതെ. ഇന്നലെ പുലർച്ചെ ഒന്നും പെയ്തൊന്നല്ലാതെ പിന്നെ പെയ്തിട്ടില്ല. അപ്പോ ലൈനിലൊരു 5, 6, 4, 2, 6, 7ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടാ. കൈനീട്ടം കിട്ടിയത് 10.15, 40 രൂപ. 2 കിലോമീറ്ററിന്റെ ഉള്ളിലേക്ക് വന്ന ട്രിപ്പ്. ആഹാ കൊള്ളാം. ചെങ്ങന്മാരെ നാട്ടിൽ പോകണം. നാട്ടിലൊരു പയ്യന് ബൈക്കിൽ വന്നിട്ട് അവന്റെ വീട്ടിലേക്കൊന്ന് വരുമോ, അവന് ബൈക്ക് അവിടെ വെച്ചിട്ട് അങ്ങാടിയിലേക്ക് പോരാനാണോ. ആ പയ്യന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ കാണുന്നതാണ് അവന്റെ വീട് കേട്ടാ. അവനാണോ നിൽക്കുന്നത്. ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് വണ്ടി. പക്ഷെ അങ്ങോട്ട് നോക്കിയിട്ടേ ഒരു വിജനത ഫീൽ ആവുന്നുണ്ട്. വിജനമായി കിടക്കുകയാണ്. ആളുകൾ ഇല്ലെന്ന് കുറവാട്ടോ. ആളുകൾ നമ്മളാകെ 2 ട്രിപ്പാണ് പോയത്. അതിലൊന്ന് ഒരു 50 രൂപ, ഒന്നൊരു 40 രൂപ. 2 ട്രിപ്പ് ആകെ പോയപ്പോ സമയം 12 മണി ആവാനാടാ. 11:50. മുന്നിൽ നിന്നപ്പോ കിട്ടിയത് ഒരു 70 രൂപയുടെ ട്രിപ്പ്. ഞാൻ ഈ ക്യാമറന്റെ സ്റ്റാൻഡ് ഒന്ന് മാറ്റി വെക്കാനുള്ള സെറ്റപ്പ് നോക്കട്ടെ. പോകുന്ന വഴിയിലാണ് ഇൻഡസ്ട്രിയിലുള്ളത്. അപ്പൊ അവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഫോണിന്റെ സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് പോയി നോക്കട്ടെ. അതായത് നമ്മളുടെ ഇവിടെ പറഞ്ഞുള്ളത്. അപ്പൊ ഇത് ഈ കുറ്റി ഇവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ പുതിയ ഒന്ന് വെൽഡ് ചെയ്യാന്നാണ് കരുതുന്നത്. നമ്മുടെ ഐഡിയ ആണ്.
ചന്ദ്രേട്ടൻ്റെ വർക്ക്ഷോപ്പിലുണ്ട്. അവിടെ വേറൊരു വണ്ടിയിൽ ചെറിയ കിട പണികളൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളെ ബോഡിയൊക്കെ നമ്മൾ ഇറക്കാൻ പോകുന്ന ചന്ദ്രേട്ടൻ്റെ അടുത്ത് നിന്നാണ് അല്ലേ? വട്ടം സുഖമല്ല എനിക്ക്? സുഖമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. മൂപ്പര ചില്ലറ പണികൾ മൂപ്പര അമ്പളയത്തിന് പണിക്കൽ തുടങ്ങി തോന്നുന്നുണ്ട്. കട്ടിങ്ങൊക്കെ തുടങ്ങി. ഞാൻ പിടിച്ചാൽ വെൽഡ് ചെയ്ത് തന്നാൽ മതി. ഞാൻ തുളയൊക്കെ കുറച്ച് കൊള്ളോ ചന്ദ്രേട്ടൻ. ഞാൻ ഈ ബോഡി ഇറക്കി അറിയുന്നത് ഇതാ ഈ ടൈപ്പാണ്. വണ്ടിമെന്ന് ബാക്ക് ബോഡി ഫുള്ളായിട്ട് ഇറക്കിയിട്ട് ഇതാണ്ടോ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും. ഇവിടുത്തെ തുരുമ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒഴിവാക്കും. ഇതൊക്കെ കംപ്ലീറ്റ് മൂപ്പർ ഒറ്റയ്ക്ക് ചെയ്യണം. പിന്നെ ബോഡി ഇറക്കണക്കാലും കൂടി കൊടുക്കും. അങ്ങനെ എല്ലാ തുരുമ്പും കളഞ്ഞ് ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ച് അങ്ങനെ ഈ വണ്ടിനെ ഉഷാറാക്കി എടുക്കും. അതായത് തുരുമ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലേ, ഇപ്പോൾ മൊത്തത്തിൽ തുരുമ്പായിട്ട് പോകും. പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി വെക്കും. അതിൻ്റെ ഉള്ളിൽ ഇത് കയറണം കേട്ടോ, ഈ നെട്ട് ആദ്യം തുള വലുതാക്കേണ്ടി വരുമോ? പിന്നെ ഫോണിൻ്റെ സ്റ്റാൻഡിനപ്പം നമ്മൾ കുറച്ച് ഒടുക്കാക്കി മാറ്റേണ്ടി വരും. അങ്ങനെ മൊത്തത്തിൽ മാറ്റിപ്പണി ചെയ്യേണ്ടി വരും. ഇത് കൊള്ളൂലേ? ഈ നെട്ട് നമ്മളാ തുളയെ കൊള്ളൂലേ? എവിടെ കണ്ടുവരും? ഇവിടെ കൂടെ ആ പഴയ സ്ഥലത്ത് വളക്ക് മാറ്റാനായിരിക്കണം. നമുക്ക് എടുത്തു വേണ്ടിട്ടോ നനച്ചിടും. അവിടെ പായ കൊണ്ട് ആ വണ്ടി കഴിഞ്ഞ് ഈ വണ്ടി ഇവിടുത്തെ നല്ല തിരക്കുള്ളൊരു ബോഡി വർക്ക്ഷോപ്പാരനാണ് എടുക്കുന്ന പണി. അത് ഗ്യാരണ്ടി ചെയ്യുന്ന ആളും കൂടിയാണ് നമ്മുടെ ചന്ദ്രേട്ടൻ. എടുക്കണ പണി വൃത്തിയേക്കാരം അല്ലേ? നമ്മൾ വണ്ടി വാങ്ങിയെന്ന് ഇവിടുന്ന് എടുത്ത് പോയതാണ്. പിന്നെ ചില്ലറ തട്ടുമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരും, പിന്നെ വരലില്ല. ഇന്ന് വരുന്നത് ഫുള്ളായിട്ട് ഇറക്കാനാണ്. ഇപ്പം തന്നെ ബുക്ക് ചെയ്യേണ്ടിയിരുന്നു തോന്നുന്നുണ്ട്. കാരണം ഇപ്പം തന്നെ 2 വണ്ടി. അങ്ങനെ ഡ്രൈവർമാർക്ക് ഇവിടെ എന്താ പറയുക, നമ്മളെ സ്റ്റാൻഡിൽ ഓടുന്നവർക്ക് തന്നെ കിട്ടണില്ല. അങ്ങനെ ഗ്ലാസ് മാറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 2 പോയിന്റ് ഇതിലെ പോവാം. ഇതിലാണ് നമുക്കിനി കുറച്ചും കൂടി എളുപ്പം. ഇപ്പൊ ചിലപ്പോൾ വൈപ്പറിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു മൂലയിലായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിൽ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഭാഗം കാണാൻ വേണ്ടി പറ്റും. ഇത് ഇതിനേക്കാൾ ക്ലിയർ ആവണമെങ്കിൽ ഇതാ ഈ ഒരു ലെവലിലാണ് നിൽക്കേണ്ടി വരിക എനിക്ക് തോന്നുന്നത്. പക്ഷേ ആ ലെവലിലേക്ക് നമ്മുടെ സ്റ്റാൻഡിന്റെ പിരി ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് വരില്ല. അതുപോലെ തന്നെ പിന്നത്തേക്കുള്ള വിഷ്വലിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കുറച്ച് ക്യാമറ ഇങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്. അത് ഈ ഒരു സ്റ്റാൻഡിനെ കൂടി വെച്ചുകൊണ്ട് ചെയ്യണം ശരിക്കത്. മൂപ്പർക്കുള്ള ടൈമും ഇല്ല. പിന്നെ എന്താ പറയാ, അങ്ങനെയാണ് ഇതിന്റെ മൊത്തത്തിലുള്ള പരിപാടി എന്ന് പറയാം. എന്താ പ്രൈവറ്റിൻ്റെ ടയറാണ് സ്റ്റെപ്പിന്. വീട്ടിലാണ്. നാട്ടിൽ ലോക്ക് കിട്ടിയപ്പോൾ ഭക്ഷണം വെച്ചിട്ട് പോകാൻ കരുതി. ഈ സ്റ്റെപ്പിനെ ഇവിടെ ഇടയിലൊക്കെ വെക്കണം. അവിടെ മാറ്റി വെക്കണം. ചോറിനോട്ടെ. ചിക്കൻ വാങ്ങിയിട്ടില്ല, നോക്കണ്ട. 230 റുപ്യക്ക് ഓടിയത്. അതുകൊണ്ട് നമുക്ക് നാളെ ആക്കിയാൽ മതിയോ? പരത്തിവെച്ചോ? വൈകുന്നേരം കൊണ്ടുവരാം. ഇടയിൽ കൊണ്ടുവരേണ്ടി വരും അല്ലേ? പത്തിരിയും ചിക്കൻ കറിയാണ് പോലെ. ഹോട്ടലാത്തണ്ടേ ഈ കൂലിപ്പണിക്കാർക്ക് പണിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത് മുമ്പ്. കൂലിപ്പണിക്കാർക്ക് പണിയില്ലേ പിന്നെ നമ്മുടെ ഏതായാലും ആ വണ്ടിമ്മ അതിൻ്റെ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ക്ലിയർ ആക്കണം. മൊബൈൽ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. വെച്ചു പണിയുണ്ട്. ഇപ്പോൾ കറി എന്താ? മതി അടുത്ത സംഗതി 3 മണിയായിട്ടുണ്ട്. ഞാൻ എപ്പോഴാണ് ഇറങ്ങുന്നത്? കാരണം ഇപ്പോൾ വിഷ്വലിന് മാറ്റമില്ലേ, ഈ സൈഡും നിങ്ങൾക്ക് പുറത്തേക്ക് കാണുന്ന ആ ഒരു എന്താ പറയുക സ്പേസ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും. അത് ഞാൻ ക്ലിയർ ആക്കി, മനസ്സിലായോ? അതുപോലെ തന്നെ മൊബൈലിൻ്റെ സ്റ്റാൻഡ് വെക്കുന്നതും ക്ലിയർ ആക്കി. മൊബൈൽ സ്റ്റാൻഡ് വെക്കുന്നത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വൈപ്പറിൻ്റെ ആ ഒരു ബ്ലേഡ് കാണുന്നില്ലല്ലോ, അത് ഞാൻ റെഡിയാക്കി. ഇപ്പോൾ വിഷ്വൽ പക്കയായി. അപ്പോൾ അതിപ്പോൾ ഏതാണ്ടൊക്കെ ഒരു സെൻട്രലായിട്ട് ക്യാമറ വെച്ചതുപോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷമല്ലേ കളി. ഉച്ച വരെ 230 ആണെന്ന് ഞാൻ നേരത്തെ ചിന്നുവിനോട് പറഞ്ഞപ്പോൾ കേട്ടില്ലേ? ഉച്ചയ്ക്ക് ശേഷം കളിയൊന്നും ഉണ്ടാവില്ല.
ഒരു ഫോൾട്ട് ചെയ്തടാ, ഒരു ഫോൾട്ട് ചെയ്തു. അത് വേറൊന്നല്ല, എനിക്കെത്തിയാണ് നമ്മളുടെ വീഡിയോ ഇന്ന് വിടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് ലാപ്ടോപ്പിൽ വെച്ചത്, അത് കോപ്പി ചെയ്തിട്ടില്ല. ചിക്കൻ വാങ്ങി വണ്ടിയിലാക്കട്ടെ, അടുത്ത ലോക്കൽ കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്യാൻ ചിക്കൻ കൊടുക്കാം. ചിക്കനൊക്കെ വാങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കേ നമുക്ക് നാട്ടിലേക്ക് തന്നെ ട്രിപ്പ് കിട്ടി. ചപ്പാത്തി കമ്പനിയിൽ എന്തോ സാധനം മേടിക്കാണ്ടാറുണ്ട് ഇവിടെ നിർത്തിയതാണ്. അതുകൊണ്ട് ഇപ്പം എന്തായി, നാട്ടിലേക്ക് വെറുതെ പോകണ്ട, ഇത് ലോക്കൽ കൂടി ആയിരുന്നു. അതൊക്കെ തന്നെ പറഞ്ഞ വെയിറ്റ് ചെയ്താൽ മതി, ഇനിയും കിട്ടാനുള്ള നാട്ടിലൊക്കെ തന്നെയാണ്. ചിന്ന വാതിലൊക്കെ പൂട്ടി അടച്ച് കിടന്നുറങ്ങി കയറാം. ഇവിടെ അടച്ചേക്കും, ഇവിടെ അടച്ചു കഴിഞ്ഞിട്ട് 2 സൈഡും പോയി. ശരി, ആ ലാപ്ടോപ്പ് വീഡിയോ കോപ്പി ചെയ്യില്ല. ആ ചിക്കൻ ഉണ്ട് വണ്ടി ചോട്ടില്ല. അടുത്തോ നീ അടുത്തോളാം, അതെടുക്കാൻ മറന്നു. ഇതിനകത്ത് നല്ല ഇരുടാണ്, പക്ഷേ എങ്കിൽ എന്നാലും ഒരു ക്യാമറയിൽ എന്തൊരു ക്ലിയർ. ലാപ്ടോപ്പ് ഇതിൻ്റെ മേലെല്ലാം പിന്നീട് അതായത് കയറി തുടങ്ങി. ഏതാണ്ട് ഒരു 11 മിനിറ്റ് ആയത് എസ്റ്റിമേറ്റ് കാണിക്കുന്നുണ്ട്. എങ്കിൽ അതിൻ്റെ മുമ്പായിട്ടൊക്കെ കയറി കഴിയൂട്ടോ. ചെങ്ങന്മാരെ സമയം 5:25 ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു നേരം വരെ ആകെ 3 ലോക്കലാണ് എടുത്തത്. 3:30 രൂപയുടെ ട്രിപ്പുകൾ മാത്രം. അത് കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി പോകുന്നൊരു കാഴ്ച ഞങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ മഴ പെയ്യാൻ സാധ്യത കൂടുതലാണ്. കാർമേഘാകെ ഇരുണ്ട് മൂടി കെട്ടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മഴ പെയ്താലിപ്പോൾ നമ്മുടെ ക്യാമറ ഇങ്ങോട്ട് വെച്ചതിന് വല്ല ഗുണമുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മഴ പെയ്യാൻ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്, ക്യാമറ വെച്ച് സക്സസ് ആണോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. മഴ പെയ്യും എന്തായാലും. ഞാൻ വണ്ടിയിൽ തീരെ എണ്ണയില്ല, പെട്രോൾ പമ്പിലേക്കാണ് നേരെ കയറുന്നത്. 200 രൂപയ്ക്ക് ഇപ്പോൾ 2 ലിറ്റർ എണ്ണ പോലും കിട്ടുന്നില്ല. എണ്ണ മൈല എന്താ പറയാ, എണ്ണ അടിച്ചിട്ടൊന്നും കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അടിക്കൽ നിർബന്ധം തന്നെ. അല്ലാന്താ 1.94 അതാണ് ഡീസൽ കിട്ടിയത്. 2 ലിറ്റർ തേച്ചില്ല. എൻ്റെ സ്റ്റാൻഡിലെ ഒരു ഡ്രൈവറുടെ ഒരു അഭിപ്രായം ഈ ഓട്ടോ ചാർജ് കൂട്ടുന്നതിൽ പറഞ്ഞത് അത് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഓട്ടോ ചാർജ് കൂട്ടണം, പക്ഷെ എങ്ങനെ കൂട്ടണം വെച്ചാൽ മിനിമം ചാർജ് 1.5 കിലോമീറ്റർ 30 രൂപയാണ്. ഇപ്പോൾ 1.5 കിലോമീറ്റർ റേഡിയേഷനുള്ളിൽ വരുന്ന ട്രിപ്പുകൾക്കൊക്കെ 30 രൂപയാണ് ഇപ്പോൾ ചാർജ് വരുന്നത്. അപ്പോൾ അത് കിലോമീറ്റർ ദൂരം കുറക്കാം, അതായത് 1 കിലോമീറ്റർ ആക്കാം. പക്ഷേ 30 രൂപയല്ല, 1 കിലോമീറ്ററിന് 20 രൂപ മിനിമം ചാർജ്. അപ്പോൾ ആളുകൾ ലോക്കൽ വിളിക്കുന്നതിൽ ആളുകൾക്ക് കുറച്ചും കൂടി ത്വര കൂടും. കാരണം ലോക്കൽ റേറ്റ് കുറവാണ് അവിടെ. അതെ, അത് ഓട്ടോ ചാർജ് കുറച്ചേക്കാണ്, കൂട്ടിയേക്കല്ല. എന്നാൽ ദൂരം 1/2 കിലോമീറ്റർ കുറച്ചേക്കാണ്. അത് പറഞ്ഞ പോലെ ആളുകൾ ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, കിലോമീറ്റർ വാടക ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരാൾ വണ്ടി വിളിക്കുവാണ്, അത് കിലോമീറ്റർ 30 രൂപ ആക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ 1 കിലോമീറ്റർ 30 രൂപ വെച്ച് 10 കിലോമീറ്റർ 300 രൂപ ചാർജ് വരും. ഇപ്പൊ ഞങ്ങൾ 22.50 വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓട്ടം കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം സാധാരണക്കാരധികവും ഈ ലോക്കൽ ഏരിയയിലുള്ള ആളുകളാണ്. അതായത് ലോക്കലായിരിക്കും കൂടുതൽ, സാധാരണക്കാർക്ക് താങ്ങാവുന്നതായിരിക്കണം അത് 20 രൂപ ആക്കി കഴിഞ്ഞാൽ കൂലിപ്പണിക്കാർക്കും മറ്റുള്ള ജനങ്ങൾക്കൊക്കെ എന്താ പറയാ ആശ്വാസകരമായിരിക്കും. നമുക്കും തന്നെ കൂടുതൽ ലോക്കൽ കിട്ടാനും പിന്നെ അത്യാവശ്യം കയ്യിൽ കുറച്ച് പൈസയുള്ള ആൾക്ക് ഒരു 10 കിലോമീറ്റർ ലോങ് ട്രിപ്പ് എന്നാ പറയുന്നത്, ഒരു 10-15 കിലോമീറ്റർ അകലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററിന് 30 രൂപയാകുമ്പോൾ വലിയൊരു വിഷയത്തിൽ വരുന്നില്ല. ഓട്ടം നമുക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മഴ പെയ്തു, അമ്പം പെയ്ത്തവിടെ പേര് മഴ പെയ്ത് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. നമ്മളുടെ വീഡിയോ ഓട്ടോ ഡ്രൈവർമാർ കുറേയൊക്കെ കാണുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു അഭിപ്രായം ഞാൻ കേട്ടപ്പോൾ ഞാൻ കുറെ നേരം കേട്ടുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്കും തന്നെ അത് ചെയ്താൽ വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. നമുക്ക് കൂടുതൽ ഓട്ടം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടുന്ന് ട്രിപ്പ് വിളിച്ചിട്ടുണ്ടല്ലോ, മഴ പെയ്തപ്പോ കറക്റ്റാ ട്രിപ്പ് വിളിച്ചിട്ട് പോയോട്ടെ. അങ്ങനെയെങ്കിൽ മഴ പെയ്തു, വൈപ്പർ ഇടാൻ വേണ്ടിട്ട് പോവാണ്. വൈപ്പർ ഇട്ടു, ഓഫ് ചെയ്തു. ഇപ്പൊ ഏതാണ്ടൊക്കെ ക്ലിയർ ആയില്ലേ? എനിക്കിതിന് നോക്കുമ്പോ അടിഭാഗത്ത് വെള്ളം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ? ഇല്ലല്ലേ? ഓ പക്ക അത് മതി, അത്രയൊക്കെ തന്നെ നടക്കുള്ളൂ മക്കളെ. നമ്മുടെ ഇവിടെ അർജന്റീനക്കാരെന്തോ കാട്ടുന്നുണ്ട്.
കാറ്റെടുത്ത് കൊണ്ടുപോടങ്ങളെ. അർജന്റീനക്കാരുടെ മെസ്സിയെ അവിടെ തളക്കാനുള്ള പരിപാടിയാണ് അവർ നോക്കുന്നത്. അതിൽ കുറെ പുതുമുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, 3-4 ആൾക്കാർ. നല്ല കാറ്റടിക്കുന്നുണ്ട്, മഴയാണ്. ചെന്നാലും ഇല്ല തോറ്റി തരില്ല. എവിടെ അവിടെ വേറെ എന്നോട് കച്ചവണ്ടൊക്കെ എന്തൊക്കെയാ കാട്ടുണ്ട് ഒരു. എന്തായാലും ഞാൻ ഇറങ്ങുന്നില്ല. ഓലിനോട് ഇറങ്ങുക ചോദിച്ചതാണ് ചെയ്തത്. എന്താ ഇറങ്ങണ്ട പോട്ടെ. നല്ല കാറ്റുണ്ടേ, കാറ്റടിക്കണ്ടേ. തെങ്ങ കാണുന്നല്ല കാറ്റ് മഴ. ഞാൻ അവിടെ നിന്നൊക്കെ നോക്കുമ്പോ നല്ല വ്യൂ ആയിരിക്കും ഇങ്ങോട്ടേക്ക്. ആ സ്പോട്ടിലാണ് രണ്ടും കിടക്കുന്നത്. ഞാൻ നേരത്തെ ഓട്ടോ ചാർജിന്റെ പറഞ്ഞു നിർത്തിയില്ലേ, അതിൽ എനിക്ക് പറയാൻ ഒരു കാര്യം കൂടി ഉണ്ട്. പെട്ടെന്ന് ഒരു 40 രൂപയോ മിനിമം ചാർജ് 1.5 കിലോമീറ്റർ 40-50 ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം 25 രൂപ ആയിരുന്ന സമയത്ത് 5 രൂപ കൂട്ടിയപ്പോൾ ജനങ്ങള് വണ്ടി വിളിക്കാതെ അന്ന് നമ്മൾക്ക് ഏതാണ്ട് അതൊന്ന് ക്ലിയർ ആയി വരെ 2-3-4 മാസം സമയം എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംഭവം ഇനിയും റിപ്പീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഇതിനേക്കാൾ വഷളാവുകയേ ചെയ്യുള്ളൂ. കൂടുതൽ പേര് ഓട്ടോ ചാർജ് അധികമാണ് എന്നുള്ള രീതിക്ക് സ്വന്തമായിട്ട് വാഹനങ്ങൾ എടുക്കാനും ഒക്കെ തുടങ്ങും സ്ത്രീകളൊക്കെ. ഇതൊക്കെ അതേ തുടർന്ന് സംഭവിച്ചതാ. കൊറോണനെ മാത്രം നമുക്കൊരു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇതിന് അത്തരം വശങ്ങൾ കൂടി ഉണ്ട്. അതും കൂടി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. വാടക കൂട്ടിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഇപ്പോൾ ഉള്ള ഓട്ടം ഉണ്ടാവില്ല, ഓട്ടം കുറയേ ചെയ്യുള്ളൂ. എല്ലാവരെയും നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചെന്നാൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഓട്ടോ ചാർജ് കൂട്ടണം എന്ന് തന്നെയാണ്. ഞാനിത് ജസ്റ്റ് അയാൾ പറഞ്ഞപ്പോൾ ചിന്തിച്ചതാണ്, മനസ്സിലായോ? ഓട്ടോ ചാർജ് ഇപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പാണ് നമുക്ക് ഓട്ടം കുറയും. ചെങ്ങന്മാരെ സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്. മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. അതായത് 7 മണി കഴിഞ്ഞു, 7:05. ഇത് ഇന്നലെയൊക്കെ നമ്മൾ വന്നില്ലേ, ഒരു എടങ്ങേറെടുത്ത റോഡ്, ആ ഒരു റോട്ടിലാണ് നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുള്ളത്. ആ ഒരു റോട്ടിന് ഒരു 80 രൂപയുടെ ട്രിപ്പാണ് കിട്ടിയത്. ഞാൻ റിട്ടേൺ മടങ്ങിക്കൊണ്ടിരിക്കുവാണ്. മഴ ചെറുതായിട്ട് ചാറ്റൽ മഴയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ടൈമിൽ ഊക്ക് കൂടും, ചില ടൈമിൽ ഊക്കില്ല, അങ്ങനെയൊക്കെയാണ്. കൊള്ളാം. ഇന്നത്തെ പരിപാടി ഏതാണ്ടൊക്കെ അവസാനിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങാടിയിൽ ആളുകളൊന്നുമില്ല, ആളുകളൊക്കെ ഒഴിഞ്ഞേ. വീണ്ടും അങ്ങാടിക്കൊക്കെ പോയി ഒരു 60 ഉറുപ്പ്യൻ്റെ ട്രിപ്പോടിയും കിട്ടിയിട്ട് ഞാൻ ഉണ്ടോ. അപ്പം നമ്മുടെ വണ്ടി നനയണില്ല കേട്ടോ, അല്ലേ? ഫുള്ള് ഫ്രണ്ടൊക്കെ നോക്കിക്കോളൂ, നനയണില്ല. അവിടെ പിന്നെ ചാറ്റിൽ കടന്നുണ്ടോ കണ്ടിട്ട്, അല്ലാതെ നമ്മുടെ വണ്ടി നനയണില്ല. വണ്ടി മാത്രമല്ല, നമ്മുടെ മുറ്റമൊക്കെ ഇവിടെ ഉണങ്ങി കിടക്കുന്നുണ്ട്, ഒന്നും വലിയ നനവില്ല. ഇവിടുന്ന് വരുന്ന വെള്ളമുള്ളൂ. അത് അച്ഛമ്മൻ്റെ കുട്ടി, ഇത് എൻ്റെ കുട്ടി, അങ്ങനെ അങ്ങനെയാണല്ലേ. അതെപ്പോഴും പുളപ്പായിക്കാരത്. അപ്പൊ ഇന്ന് പഠിച്ചല്ലേ? പഠിച്ചു കഴിഞ്ഞോ? പനിയോ? ഇന്ന് പത്തിരിയും കോഴിക്കറിയാണോ പറഞ്ഞു. ഇത് തിന്നോ? ചോറന്ന് പിന്നെ ഞാൻ തന്നെ പറഞ്ഞ സമയം അധികം നേരല്ലേ, 8 ആവണുള്ളൂ. മഴ പെയ്യുന്നുണ്ട്. പെട്ടെന്നൊന്ന് കുളിക്കുക, പിന്നെ കുറച്ച് നേരം ഒന്ന് റീഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് എഡിറ്റിങ് നടക്കുമല്ലോ. എല്ലാവരും ഇവർക്ക് രാത്രി 10 മണി വരെ ഇവർ ടി വിയിൽ കാണുന്നു. ഞാനാ സ്വീപ്പാക്കണ്ടല്ലോ കരുതിയിട്ടാണ്. അമ്മ തന്നെ പണിയേറി വന്നിട്ടാണ് സീരിയലാണെങ്കിൽ സീരിയൽ എന്തായാലും കാണുന്നത്. അതുവരെ നമുക്കുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അത് മാത്രമേ ഉള്ളൂ. അല്ല അപ്പോൾ അമ്മമാര് മൊബൈലിലൊന്നും നമ്മളൊന്നും. അപ്പോൾ അതേ ഞാൻ രാവിലേക്ക് ഒന്ന് മാറ്റാനുള്ള കാരണം എഡിറ്റിംഗ് ഇല്ല, വീഡിയോ ഒന്ന് കോപ്പി ചെയ്ത് തരണമായിക്ക്. ഇന്നത്തെ ഓട്ടത്തിൻ്റെ ലെവല് ഞാൻ പറയണില്ല, പോട്ടെ. അവനെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ നല്ലൊരു ദിവസമാട്ടെ നാളെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.